ഹലോ, എല്ലാവരും മീറ്റിംഗ് ആയിരുന്നു എന്നറിയാം. നമ്മള് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് കടക്കുകയാണ്. സോ എത്തിയവർ ഒന്ന് ഹായ്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. ഉണ്ടായിരുന്നു എക്സാം? ഡിഫിക്കൽട്ട് ആയിരുന്നു? എങ്ങനായിരുന്നു എക്സാം? എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞേ. ഓക്കെ, സോ നമുക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഹായ് നേഹ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു നേഹ എക്സാം? ഡിഫിക്കൽട്ട് ആയിരുന്നോ അതോ സിലബസ് മാറിയതിന് ശേഷമുള്ള എക്സാം ആണ്? സോ അതിൻ്റെതായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടി ഉറപ്പായിട്ടും കാണും. ഓക്കെ, സോ ഏതായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഡിസ്കഷൻ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ദ COVID-19 പാൻഡമിക് ഇമ്പാക്ട് റേറ്റ്സ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് ഗ്ലോബലി? ലോകം ഇത് കോമൺ സെൻസ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ആൻസർ എല്ലാവരും ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നാമത്തെ ആൻസർ എന്താണ്? ഡിഫിക്കൽട്ട് ആയിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. സോ സിലബസ് മാറിയതിന്റെ ഒക്കെ ഒരു ഡിഫിക്കൽട്ടി ആണ് ഉണ്ടാകുന്നത്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, COVID-19 പാൻഡമിക്കിൽ എല്ലാവരും വീട്ടിനകത്താവുമ്പോൾ കൂടുതൽ ഇന്റർപേഴ്സണൽ റിലേഷൻസ് കൂടുന്ന സമയത്ത് തന്നെ എന്താണ്, നമ്മുടെ ഒരു ന്യൂസ് ഒക്കെ വായിച്ചാൽ തന്നെ നമുക്കറിയാം എന്ത്, നമുക്ക് ഡൊമസ്റ്റിക് വയലൻസ് കൂടി. ഓക്കെ, സോ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇറ്റ് ലെഡ് ടു ആൻ ഇൻക്രീസ് ഇൻ ഡൊമസ്റ്റിക് വയലൻസ് ഇൻസിഡൻസ് ഡ്യൂ ടു ഫാക്ടേഴ്സ് സച്ച് എസ് ലോക്ക്ഡൌൺസ്, എക്കണോമിക് സ്ട്രെസ്, ഐസൊലേഷൻ. സോ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു അവസ്ഥ അവിടെ റെപ്രസെന്റ് ചെയ്യപ്പെടുവാണ് അല്ലെ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായി അവിടെ വന്ന് വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് എക്കണോമിക് സ്ട്രെസ് ഉണ്ടാകുന്നു, ആൾക്കാർക്ക് എന്താണ് ആവശ്യത്തിന് ഫണ്ട് ഇല്ല കയ്യിൽ, എക്കണോമിക് സ്റ്റെബിലിറ്റി ഇല്ലാത്ത സമയത്ത് എന്താണ് ഈ ഒരു ഡൊമസ്റ്റിക് വയലൻസ് കൂടി. സോ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് ഈസ് പ്രൈമർലി ഫോക്കസ് ഓൺ ബ്രിഡ്ജിംഗ് ദ റൂറൽ അർബൻ ഗ്യാപ്പ്? റൂറൽ അർബൻ ഗ്യാപ്പ് ഇല്ലാതാക്കാൻ ഹെൽപ്പ് ചെയ്തത് ഏതാണ്? ആരാണ്? ഏത് ഇനീഷ്യേറ്റീവ് ആണ്? ഓക്കെ, നമുക്ക് എല്ലാവർക്കും കേട്ടിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് ആണ് ഇവിടെ പറയുന്നത്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്, ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജന, അദാൽ മിഷൻ ഫോർ റിജനറേഷൻ ഓഫ് ട്രൈബൽ അർബൻ ട്രാൻസ്ഫോർമേഷൻ, പ്രധാനമന്ത്രി ജൻധൻ യോജന. സോ ഇതിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതായിരുന്നു? അതെ, നമുക്കറിയാം നമ്മുടെ MGNRA തൊഴിലുറപ്പ് പദ്ധതിയാണ്. സോ ആൻസർ എന്താണ്? രണ്ടാമത്തെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് ആണ്. സോ ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻസ് വളരെ ഡിഫിക്കൽട്ടി ഒന്നുമില്ല, ഒരുവിധം സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇവിടെ കുഴപ്പിക്കുന്നതാണ്, എന്നാലും ബോധം ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാം. സോ അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്ട്രക്ചറൽ വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ? സ്ത്രീകൾക്കെതിരെയുള്ള സ്ട്രക്ചറൽ വയലൻസിന്റെ ഒരു ഉദാഹരണം ഏതാണ്? സ്ത്രീകൾക്കെതിരെയുള്ള സ്ട്രക്ചറൽ വയലൻസിന്റെ ഉദാഹരണം ഏതാണ്? ഇതും നമുക്ക് എന്താണ് അറിയാവുന്ന കാര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്ട്രക്ചറൽ വയലൻസ്. സ്ട്രക്ചറൽ എന്ന് പറയുന്ന വാക്ക് കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഡൊമസ്റ്റിക് ഫിസിക്കൽ അബ്യൂസ് ഒരു ശരിയായിട്ടുള്ള ആൻസർ ആണ്. സൈക്കോളജിക്കൽ ഹറാസ്മെന്റും വർക്ക് പ്ലേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സെക്ഷൽ ഹറാസ്മെന്റും ഒരു പ്രശ്നങ്ങളാണ്. പക്ഷെ എന്താണ് സ്ട്രക്ചറൽ വയലൻസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് എതിരെ ഉണ്ടാകുന്ന ഒരു സ്ട്രക്ചറൽ, അവിടുത്തെ ഒരു സിസ്റ്റത്തിന്റെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ എന്താണ്? ജെൻഡർ പേ ഗ്യാപ്പും അൺഈക്വൽ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസും ആണ്. അതുകൊണ്ട് ആൻസർ എന്താണ്? ആൻസർ സി ആണ് വരുന്നത്. ബാക്കിയെല്ലാം എന്താണ് നമുക്ക് നേരിടുന്നതാണെങ്കിൽ ഏറ്റവും കറക്റ്റ് ആൻസർ എന്താണ്? സി ആണ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which poverty alleviation approach emphasizes the development of skills and education to enable individuals to improve their economic situation and achieve long-term self-sufficiency? ഏതാണ് ഇതിനകത്ത് പറയുന്നത്? നമുക്ക് പലപ്പോഴും ഡി ആണെന്ന് തോന്നും. ഓക്കെ, സോ കറക്റ്റ് എംപവർമെന്റ് തിയറി ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. എന്താണ് നാലാമത്തെ ആൻസർ? എന്താണ്? എംപവർമെന്റ് തിയറി ആണ്. ഓക്കെ, സ്കിൽസ് ആൻഡ് എഡ്യൂക്കേഷൻ എനേബിൾ ചെയ്ത് അവരുടെ എക്കണോമിക് സിറ്റുവേഷൻ അപ്പ് ചെയ്യുക എന്നുള്ളതിന്റെ ആൻസർ എന്താണ്? എംപവർമെന്റ് തിയറി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ടേം സീലിംഗ് ഇൻ ദ ഗ്ലാസ് സീലിംഗ്. ഇതാണ് ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്ന ടേം ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് വുമൻസ് വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റെഫേഴ്സ് ടു. സ്ത്രീകളുടെ പൊതുവിടത്തെ നമ്മുടെ തൊഴിൽ എടുക്കുന്ന സ്ഥലങ്ങളുടെ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ, ഈ ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്ന ടേം എന്താണ്? എന്താണ് ഗ്ലാസ് സീലിംഗ്?
ഓക്കെ, ഈ ടേം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഒന്നുമില്ല. നമുക്ക് ആൻസർ എന്താണ്? ആൻസർ ബി ആണ്. ദ ഇൻവിസിബിൾ ബാരിയേഴ്സ് ദാറ്റ് പ്രിവെന്റ് വുമൻ ഫ്രം അഡ്വാൻസിങ് ടു ഹയർ ലെവൽസ് ഓഫ് ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് ഇൻ ഓർഗനൈസേഷൻസ്. സോ അതിനെയാണ് ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ അറിയാം, ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അതിന്റെ അപ്പുറത്തുള്ള ഭാഗം, അല്ലെങ്കിൽ ഗ്ലാസ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള സാധനമല്ല, ഇൻവിസിബിൾ ആയിട്ടുള്ളതാണ്. സോ ആ ഒരു പെർസ്പെക്റ്റീവിലേക്കാണ് അത് വരുന്നത്. അഞ്ചാമത്തെ ആൻസർ എന്താണ്? അഞ്ചാമത്തെ ആൻസർ ബി ആണ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which concept best explains the marginalization and discrimination experienced by transgender individuals in society? ട്രാൻസ്ജെൻഡർ ഇൻഡിവിജ്വൽസ് സൊസൈറ്റിയിൽ നേരിടുന്ന പ്രശ്നത്തെ വിളിക്കുന്ന പേരെന്താണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ആൾക്കാർ തമ്മിലുള്ള ബന്ധത്തിനെയാണ്. റോൾ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ പല റോൾസ് ഒരു ലൈഫിൽ, ഫാദറിന് മദറിന്റെ റോളൊക്കെ വരുന്നു, അന്നേരം നമ്മൾ പല റോൾസ് മൂലം ഉണ്ടാകുന്ന സ്ട്രെയിൻ ആണ്. സോഷ്യൽ നോംസ് ടോട്ടലി വേറൊരു സാധനമാണ്. കറക്റ്റ് ആൻസർ എന്താണ്? ഇന്റർസെക്ഷനാലിറ്റി. നമുക്ക് മെയിൻ ആയിട്ടുള്ള ആൻസർ ഡയറക്റ്റ് അറിയാമെങ്കിൽ എഴുതാം, ബാക്കിയുള്ളത് വായിച്ച് അതുമായിട്ട് ഡൗട്ട് തോന്നുന്ന റോൾ സ്ട്രെയിൻ ചിലപ്പോൾ ഡൗട്ട് വരും. പക്ഷെ എന്താണ്, അത് നമുക്കറിയാം, ചില റോൾസ് നമുക്ക് എന്താണ് ഒരു പ്രശ്നം നേരിടും. സോ ഇന്റർസെക്ഷനാലിറ്റി ആണ് ആൻസർ. സോ ഏഴാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പാട്രിയാർക്കൽ, വളരെ ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പാട്രിയാർക്കൽ മാട്രിയാർക്കൽ ഫാമിലിയുടെ ഡിഫറൻസ് എന്താണ്? നമ്മൾ ഇതിന്റെ കുറെ ഡിവിഷനും കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ്, പക്ഷെ ഡയറക്ട്ലി ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാട്രിയാർക്കൽ ഫാമിലി ഈസ് സെന്റേർഡ് ഓൺ മെയിൽ അതോറിറ്റി. പാട്രിയാർക്കൽ ഫാമിലി എന്താണ്? മെയിൽ അതോറിറ്റി സെന്റർ ചെയ്യുകയാണ്. ഓക്കെ, സോ മെയിൽ ലൈനിലാണ് ഇൻഹെറിറ്റൻസ് കിട്ടുന്നത്. ഇത് ബേസിക് സാധനമാണ്, ഇതറിയാം. മാട്രിയാർക്കൽ ഫാമിലി എന്താണ്? ഫീമെയിൽ അതോറിറ്റി ആയിരിക്കും. സോ ഏഴാമത്തെ ക്വസ്റ്റ്യനും വളരെ സിമ്പിൾ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒരു എന്താണ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഐഡിയ എന്താണെന്ന് അറിയാമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. നമ്മൾ പഠിച്ച സാധനമാണ്, CC ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ പഠിച്ചതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ കൺസെപ്റ്റ് ഓഫ് അണ്ടർ അൺഎംപ്ലോയ്മെന്റ്? അണ്ടർ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. എട്ടാമത്തത് ഒന്നുമില്ല, നമ്മൾ എന്താണ് ഫുൾ സ്കിൽസും കാര്യങ്ങളും. അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ അണ്ടർ, അവനുള്ള കഴിവിനെക്കാട്ടിലും താഴെയുള്ള സിറ്റുവേഷനിലാണ് അവൻ എംപ്ലോയിഡ് ആയിട്ടിരിക്കുന്നത്. സോ ആൻസർ എന്താണ്? ആൻസർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ്. ആൻസർ എ ആണ്. ഓക്കെ, സോ എന്താണ് ലൈക്ക് ഫുൾ സ്കിൽസും കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് ആൻസർ. ഓക്കെ, നമ്മൾ സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു +2 കാരൻ 10ാം ക്ലാസ്സുകാരന്റെ ജോബ് ചെയ്യുന്നു, അതിനാണ് അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. Which of the following strategies is most effective in ensuring long-term success of rehabilitation programs for displaced communities? ഡിസ്പ്ലേസ്ഡ് കമ്മ്യൂണിറ്റീസിന്റെ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിന് ഹെൽപ്പ് ചെയ്യുന്ന, ലോങ് ടേം സക്സസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്? ഏതാണ് താഴെ പറയുന്ന സ്ട്രാറ്റജീസിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, പക്ഷെ നമ്മളെ കറക്കുന്നത് ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻസ് എന്താണ്? ഇമ്മീഡിയറ്റ് മോണിറ്ററി കോമ്പൻസേഷൻ. ഇമ്മീഡിയറ്റ് ആയിട്ട് പൈസ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. കുറെ പൈസ കൊടുത്തിട്ട് അവർക്ക് എന്താണ് ഒരു രീതിയിലും ഗുണം ഉണ്ടാകത്തില്ല. പ്രൊവൈഡ് ടെമ്പററി ഹൗസിംഗ്, അതും തെറ്റാണ്. എയും ബിയും തെറ്റാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ്? എൻഗേജിങ് ഡിസ്പ്ലേസ്ഡ് കമ്മ്യൂണിറ്റീസ് ഇൻ പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. സോ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? സി ആണ്. സി കാണുമ്പോൾ തന്നെ ശരിയാ, എന്നാലും 4 ഒന്ന് നോക്കാം. റീലൊക്കേറ്റിംഗ് ഡിസ്പ്ലേസ്ഡ് പോപ്പുലേഷൻ ടു ഏരിയാസ് വിത്ത് സിമിലർ എൻവയോൺമെന്റൽ കണ്ടീഷൻ, അതും തെറ്റാണ്. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ പാർട്ടിയിൽ നിന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ ഇന്ന് പഞ്ചായത്ത് രാജിലൂടെ ഒക്കെ എന്താണ് അവരെയും കൂടെ അവരുടെ റോളും കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിലെ പ്ലാനിങ്ങിലും ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഇൻവോൾവ് ചെയ്യുക. സോ 9ാമത്തെ ക്വസ്റ്റ്യനും വളരെ സിമ്പിൾ ആയിരുന്നു. ഓക്കെ, ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് statements best reflects the relationship between modernization and individualism? So modernization എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇന്നത്തെ ആ ഒരു ചേഞ്ചിങ് സ്ട്രക്ചർ, സോഷ്യൽ സ്ട്രക്ചർ ആണ്. ഇൻഡിവിജ്വലിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളിലേക്ക് ഒതുങ്ങിക്കൂടുന്ന സിറ്റുവേഷൻ ആണ്. സോ ഇതിൽ രണ്ടിൽ ഏതാണ് കറക്റ്റ്? ഓക്കെ, സോ എങ്ങനെയാണ് ഇൻഡിവിജ്വലൈസേഷനെ മോഡേണൈസേഷൻ ഫോസ്റ്റർ ചെയ്യുന്നത്? ഓക്കെ, നോക്കാം നമുക്ക് ഓപ്ഷൻസ്. മോഡേണൈസേഷൻ ഡിക്രീസസ് ഇൻഡിവിജ്വലിസം. സോ ഈ സാധനം കാണുമ്പോൾ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. അടുത്തത് മോഡേണൈസേഷൻ ഹാസ് നോ സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഓൺ ലെവൽസ് ഓഫ് ഇൻഡിവിജ്വലൈസേഷൻ, അതും തെറ്റാണ്, മണ്ടത്തരമാണ്. അടുത്തത് മോഡേണൈസേഷൻ ഫോസ്റ്റേഴ്സ് ഇൻഡിവിജ്വലിസം ബൈ എംഫസൈസിങ് പേഴ്സണൽ ഓട്ടോണമി ആൻഡ് സെൽഫ് റിലയൻസ്. ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കണം. ഓക്കെ, നിങ്ങൾക്ക് സെൽഫ് ആയിട്ട് റിലയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്താണ് ആ ഒരു
ഇൻഡിവിജ്വലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇതെല്ലാം വേണമെന്ന് മോഡേൺ വേൾഡ് നമ്മൾ ഡിമാൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആൻസർ എന്താണ്? സി ആണ് ആൻസർ. ഓക്കെ. സോ ഇൻഡിവിജ്വൽ ഐഡന്റിറ്റിയുടെ എറോഷൻ എന്ന് പറയുന്ന ലാസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് കിടിലമായിട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ അടുത്ത ക്വസ്റ്റ്യൻ 11. Which theoretical perspectives suggest that child delinquency results from an individual's inability to achieve societal goals through acceptable means? 11th question. Social learning theory, control theory, labeling theory, strain theory. ഏതാണ് ആൻസർ? ആൻസർ സ്ട്രെയിൻ തിയറി ആണ്. ഏതാണ്? സ്ട്രെയിൻ തിയറി ആണ്. ഇത് കുറച്ച് തിയറി ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രൈമറി മെക്കാനിസം ത്രൂ വിച്ച് ദ ഗ്രീൻ ഹൗസ് എഫക്ട് ലീഡ്സ് ടു ഗ്ലോബൽ വാർമിംഗ്? ഇത് അതെന്താണെന്നുള്ള ഒരു ബോധം, സയന്റിഫിക് ആയിട്ടുള്ള ബോധം ഉണ്ടെങ്കിൽ നമുക്ക് കിടിലമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഓക്കെ, സോ നോക്കിക്കേ. ഇൻക്രീസ്ഡ് സോളാർ റേഡിയേഷൻ റീച്ചിങ് എർത്ത് സർഫസ്. അത് ആൻസർ ആണോ? ആണോ? കറക്റ്റ് കാര്യം പറയുമല്ല. എൻഹാൻസ് അബ്സോർവേഷൻ ഓഫ് അൾട്രാവയലറ്റ് ലൈറ്റ് ബൈ അറ്റ്മോസ്ഫിയർ. അൾട്രാവയലറ്റ് ലൈറ്റ്സ് എൻഹാൻസ് ആയിട്ട് അബ്സോർവ് ചെയ്യുന്ന കാര്യമല്ല. അതേസമയം എന്താണ്? ട്രാപ്പിംഗ് ഓഫ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ബൈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അതാണ് കറക്റ്റ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ. സോ ആൻസർ എന്താണ്? 12ന്റെ സി ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്, വലിയ ഡൗട്ട് ഒന്നും വരത്തില്ല. സോ നമുക്ക് അടുത്ത് നോക്കാം. Which approach is commonly used in drug addiction rehabilitation to support long-term recovery and prevent relapse? So എന്താണ് നമ്മൾ
സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു? നമ്മൾ 14ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. 14ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ദ സെക്കൻഡ് ഷിഫ്റ്റ് എന്ന് പറയുന്ന ബുക്കിന്റെ മെയിൻ ഐഡിയ എന്താണ്, എന്ത് കൺസെപ്റ്റ് ആണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്? 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ എന്താണ്? ബി എന്ന് പറയുന്ന ആൻസർ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബുക്കിനകത്ത്, ഹോസ്റ്റലിന്റെ ആ ബുക്കിനകത്ത് നമ്മുടെ ഫോർമൽ വർക്ക് ഡേയിൽ നമ്മൾ പണിയെടുത്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടും എന്താണ് ഡൊമസ്റ്റിക് വർക്ക് ഇൻഡിവിജ്വൽസ് പെർഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ ആയി ഒരു വ്യക്തി അൺപെയ്ഡ് ലേബർ ഏർപ്പെടുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. സോ 14ാമത്തെ ക്വസ്റ്റ്യൻ ആൻസറും വളരെ സിമ്പിൾ ആണ്, നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് ആ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ. സോ ഇത് കുറച്ച് ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്, ആ ബുക്കിനെ കുറിച്ച് അറിയാമെങ്കിൽ ആൻസർ നമുക്ക് ചെയ്യാം. സോ 15ാമത്തെ ക്വസ്റ്റ്യൻ, an attitude of attending systematically to the context of knowledge construction, especially to the effect of the researchers at every step of the research process. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസർച്ച് പ്രോസസ്സ് നടത്തുമ്പോൾ ഓക്കെ നമ്മൾ നമ്മുടെ നോളജ് കൺസ്ട്രക്ഷൻ സെൽഫ് റിഫ്ലക്ഷൻ നടത്തുന്നുണ്ടെന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. സോ 15ാമത്തെ ആൻസർ ആ റിസർച്ച് എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ച് അവിടെ ഒരു റിസർച്ചർ കയ്യിൽ ഹാൻഡിൽ ചെയ്യുന്ന ആ ക്വാളിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ആൻസർ എന്താണ്? റിഫ്ലെക്സിവിറ്റി ആണ് ആൻസർ. എന്താണ്? റിഫ്ലെക്സിവിറ്റി ആണ് ആൻസർ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 16ാമത്തെ ക്വസ്റ്റ്യൻ. സോ 16ാമത്തെ ക്വസ്റ്റ്യൻ, which one of the following has been designed to be as an apex institute for training of ICDS functionaries? ICDS functionaries നെ ഗൈഡ് ചെയ്ത് സെറ്റ് ആക്കുന്ന ആ ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാര്യം ആൻസർ ചെയ്യാൻ പറ്റും. എന്താണ്? NICCD. എന്താണ്? NICCD ആണ്. NIPCCD ആണ്. സോ എ ആണ് ആൻസർ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. Those interviews do not have any predetermined set of questions. Predetermined set of questions ഇല്ലാത്ത ക്വസ്റ്റ്യൻസിനെ ആ റിസർച്ചിനെ എന്താണ് വിളിക്കുന്നത്? 17ാമത്തെ വളരെ സിമ്പിൾ ആണ്, അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആണ്. എന്താണ്? അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആണ്. ഓക്കെ, അടുത്തത്, a researcher often combined qualitative and qualitative research methods in a single study is called. നമ്മൾ മിക്സ്ഡ് സ്റ്റഡി, ഈ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ ഉള്ള സ്റ്റഡിയെ നമ്മൾ എന്ത് വിളിക്കും? ഇതാണ് മെത്തഡോളജിക്കൽ ട്രയാങ്കുലേഷൻ എന്നാണ് അതിന്റെ ആൻസർ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 19ാമത്തെ ക്വസ്റ്റ്യൻ, സോഷ്യൽ മാപ്പ്, റിസോഴ്സ് മാപ്പ്, ട്രാൻസാക്ട് വാക്ക്, ടൈം ലൈൻ എന്ന് പറയുന്ന 4 കാര്യങ്ങൾ ഇത് ഏതൊക്കെയാണെന്നുള്ള കാര്യമാണ്. സോ നമുക്ക് നോക്കാം. ഒന്നാമത്തത് സോഷ്യൽ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോഷ്യൽ മാപ്പ് നമുക്കറിയാം. സോഷ്യൽ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താണ് ഹൗസിംഗ് പാറ്റേൺസും കാര്യങ്ങളും എല്ലാം റെപ്രസെന്റ് ചെയ്യും. സോ നമ്മൾ ഇതെല്ലാം കറക്റ്റ്. റിസോഴ്സ് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നാച്ചുറൽ സോഴ്സസ് ഇൻ എ ലൊക്കാലിറ്റിയിലെ നാച്ചുറൽ സോഴ്സസ് കാണിക്കുകയാണ്. സോ ഈ 2 ശരിയാക്കിയാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം. കൂടുതൽ കൺഫ്യൂഷൻ ഒന്നുമില്ല ഇവിടെ. ഈ ഒരു ക്വസ്റ്റ്യൻ അർത്ഥം ഇവിടെ നമുക്ക് ഫുള്ള് പഠിക്കേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും 2 അറിയുകയാണെങ്കിൽ നമുക്ക്. സോ സോഷ്യൽ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാബിറ്റേഷൻ ആൻഡ് ഹൗസിംഗ് പാറ്റേൺസ് ആണെന്ന് അറിയുമ്പോൾ തന്നെ ആൻസറിലേക്ക് എത്താം 4. സോ ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് ഏതാണെന്ന് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താം. ആൻസർ എന്താണ്? ആൻസർ ഡി ആണ് വരുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ, who said any theorization about gender introduces the notion of performance of gender in terms of masculinity and femininity? സോ 20ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ, ആൻസർ ചെയ്യാൻ പറ്റൂ. ആരാണ്? ജൂഡിത്ത് ബട്ട്ലർ ആണ്. ആരാണ്? ജൂഡിത്ത് ബട്ട്ലർ ആണ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ നമ്മൾ സ്റ്റേറ്റ്മെന്റ്സും ഈ ലൈക് ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് വായിച്ചാൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഡിഫൈൻ gender inequality as the devaluation of women and the domination of men? ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ആരാണ്? അതും എന്താണ്? ജൂഡിത്ത് ലോർബർ ആണ്. ആരാണ്? ജൂഡിത്ത് ലോർബർ ആണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട സാധനമാണ്. നമ്മുടെ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് നമ്മൾ. സോ വിച്ച് ചാപ്റ്റർ എംഫസൈസസ് ജെൻഡർ ഈക്വാലിറ്റി ആൻഡ് വുമൻ എംപവർമെന്റ്? ഏത് ചാപ്റ്റർ ആണ് ഇതിനെ ഫോക്കസ് ചെയ്യുന്നത്? 22ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ ഏതാണ്? 22ന്റെ ആൻസർ MDGs ചാപ്റ്റർ 3. ചാപ്റ്റർ 3യിലാണ് ജെൻഡർ ഈക്വാലിറ്റിയെ കുറിച്ചും വിമൻ എംപവർമെന്റിനെ കുറിച്ചും പറയുന്നത്. അടുത്തത്, കുടുംബശ്രീസ് 3 കമ്പോണൻസ് ആണ്. കുടുംബശ്രീ എന്താണെന്നൊക്കെ നമ്മൾ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പഠിക്കുവാണ്. സോ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? 3 കമ്പോണന്റ്. സോ അത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ്? മൈക്രോ ക്രെഡിറ്റ്.
സോ മൈക്രോ ക്രെഡിറ്റ് നമുക്ക് അറിയാം, അവിടെ ചെറിയ രീതിയിലുള്ള മൈക്രോ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സോ അത് മാത്രം കിട്ടുമ്പോൾ നമുക്ക് ഈ ആൻസർ ചെയ്യാൻ പറ്റും. ബാക്കി എന്താണ്, എന്റർപ്രണർഷിപ്പ് ആൻഡ് എംപവർമെന്റ് ഓട്ടോമാറ്റിക്കലി ഉള്ളതാണ്. സോ മൈക്രോ ക്രെഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടിയാൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാം. സോ അടുത്ത 24, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ അപ്പേഴ്സ് ബോഡി ഓഫ് പഞ്ചായത്ത് രാജ് സിസ്റ്റം? പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന്റെ അപ്പെക്സ് ബോഡി ആയിട്ട് നിൽക്കുന്ന ആരാണ്? ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ഗ്രാമസഭ. ആരാണ് അതിൽ? ജില്ലാ പരിഷത്താണ് ഹെഡായിട്ട് നിൽക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 25ാമത്തെ ക്വസ്റ്റ്യൻ. Which among the following are the key principles under social dimensions of self-help groups approach? Mutual trust, accountability, participation and creativity ആണോ? അഫിനിറ്റി, ട്രസ്റ്റ്, പാർട്ടിസിപ്പേഷൻ, മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി ആണോ? ഇൻഡിപെൻഡൻസ് ആൻഡ് ഇൻവോൾവ്മെന്റ് ആണോ? പാർട്ടിസിപ്പേഷൻ, ക്രിയേറ്റിവിറ്റി, ഡെഡിക്കേഷൻ? ഏതാണ്? അതെ, അഫിനിറ്റി, ട്രസ്റ്റ്, പാർട്ടിസിപ്പേഷൻ, മ്യൂച്വൽ റെസ്പെക്ട് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, the modes of social group work which assume that individuals growth occurs through collective action for common good is known as. ഇതിന് എന്താണ് പറയുന്നത്? സോഷ്യൽ ഗ്രൂപ്പ് വർക്കിലെ ഒരു മോഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഗ്രോത്ത് ഒക്കേഴ്സ് ത്രൂ കളക്റ്റീവ് ആക്ഷൻ ഫോർ കോമൺ ഗുഡ്. അത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഏതിലാണ് വരുന്നത്? സോഷ്യൽ ഗോൾസ് മോഡലാണോ, റെമഡിയൽ മോഡലാണോ, മീഡിയേറ്റിംഗ് മോഡലാണോ, സോഷ്യൽ ട്രീറ്റ്മെന്റ് മോഡലാണോ? ഏതിലാണ് വരുന്നത്? അതെ, സോഷ്യൽ ഗോൾസ് മോഡൽ. ഓക്കെ, റെമഡിയൽ മോഡലും മീഡിയേറ്റിംഗ് മോഡലും സോഷ്യൽ ട്രീറ്റ്മെന്റ് മോഡലും ഒന്നും ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. സോഷ്യൽ ഗോൾസ് മോഡലാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത്, the ultimate fact or facts offered us on the basis of inference in social casework according to Mary E. Richmond is. 27ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻഫർമേഷനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. എന്താണ്? ഇൻഫർമേഷൻ ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is are the purpose of social group work proposed by Committee on Practice of Group Work section of National Association of Social Workers 1964? സോ സോഷ്യൽ വർക്കേഴ്സിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഗനൈസേഷനെ കുറിച്ചൊക്കെ കഥ അറിയാവുന്നവർക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇതില് 28ാമത്തെ ആൻസർ എന്താണ്? 28ാമത്തെ ആൻസർ ഓൾ ദ അബവ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവെൻഷനെ കുറിച്ചും കറക്റ്റീവ് ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ചും നോർമൽ സോഷ്യൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ചും പേഴ്സണൽ എൻഹാൻസ്മെന്റ് ആൻഡ് സിറ്റിസൺഷിപ്പ് ഡോക്ട്രിനേഷൻ എല്ലാത്തിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ 28ാമത്തെ ആൻസർ എന്താണ്? ആൻസർ ഡി ആണ്. സോ ഇത്രയും വന്നപ്പോൾ നമുക്കറിയാം കുറച്ച് ഡിഫിക്കൽട്ടി കൂടിയിട്ടുണ്ട്. പുതിയ സിലബസിലുള്ള കുറെ കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 3 pillars ഓഫ് പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസൽ? പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസലിന്റെ 3 പില്ലേഴ്സ് എന്നറിയപ്പെടുന്ന ഏതാണ്? അതെ, സിമ്പിൾ ആണ്. ബിഹേവിയർ, മെത്തേഡ്സ് ആൻഡ് ഷെയറിംഗ്. എ ആണ് ആൻസർ വരുന്നത്. ബിഹേവിയർ, മെത്തേഡ്സ് ആൻഡ് ഷെയറിംഗ് ആണ് വരുന്നത്. സോ 30ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് സ്പീഡ് ആക്കാം, നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് പോകണം. സോ 30ാമത്തെ ക്വസ്റ്റ്യൻ, ദ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ പ്രൊമോട്ട്സ് സോഷ്യൽ ചേഞ്ച്, problem solving in human relationship and empowerment and liberation of people, enhance well-being. Utilizing theories of human behavioral social systems, social work intervenes at the points where people interact with their environments. Principles of human rights and social justice are fundamental to social work. ഈ പറഞ്ഞ കഥയെല്ലാം which of the following body adopted this definition in social work? 2001 സോഷ്യൽ വർക്കിനെ കുറിച്ചുള്ള ഈ ഡെഫിനിഷൻ താഴെ പറയുന്ന ഏത് ഗ്രൂപ്പാണ് കൊണ്ടുവന്നത്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, എല്ലാ സോഷ്യൽ വർക്കിന്റെ എല്ലാ പെർസ്പെക്റ്റീവ് ഉള്ള കാര്യങ്ങളും ചേർത്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ വരുന്നത്. സോ ഇതൊക്കെ നമുക്ക് പുതിയ ടോപ്പിക്കുകളിൽ വരുന്ന കാര്യങ്ങളാണ്. 30ന്റെ ആൻസർ എന്താണ്? 30ന്റെ ആൻസർ എന്താണ്? രണ്ടാമത്തെ ആണ്. ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് ആൻഡ് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സ്കൂൾസ് ഓഫ് സോഷ്യൽ വർക്ക്. ഇത് ഇന്റർനാഷണൽ ലെവലിലുള്ള രണ്ട് പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. സോ ഇന്റർനാഷണൽ ലെവലിലെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗസ് ചെയ്തിട്ടാണെങ്കിൽ സി എഴുതാൻ നമ്മുടെ സാധ്യതയുണ്ട്. സി ആണ് ആൻസർ വരുന്നത്. അടുത്ത 31ാമത്തെ ക്വസ്റ്റ്യൻ, in which year the Royal Commission on Poor Laws and Relief of Distress was appointed in United Kingdom? ഇതും എന്താണ്? ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 1905 എന്താണ് റോയൽ കമ്മീഷൻ ഓൺ പുവർ ലോസ് ആൻഡ് റിലീഫ് ഓഫ് ഡിസ്ട്രസ് കൊണ്ടുവന്നത്. ഓക്കെ, സോ 32ാമത്തെ ക്വസ്റ്റ്യൻ, which among the following is one of the ways in which social work skills are seen as stated by Malcolm Payne? മാൽക്കം പെയിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നത്. 32ാമത്തെ എന്താണ്? ഇവിടെ കോമ്പീറ്റൻസിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ലാണ് കോമ്പീറ്റൻസ്. സോഷ്യൽ വർക്ക് ടാസ്ക് ചെയ്യാൻ പറ്റുന്ന ആ കോമ്പീറ്റൻസിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ, 32ാമത്തെ ക്വസ്റ്റ്യൻ,
In which year? Okay, 32ാമത്തെ question. 33ാമത്തെ question. Who was the first president of Sevasadan? Sevasadന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആരാണ്? സേവസദന്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? രമാബായ് റാനഡെയാണ്. രമാബായ് റാനഡെയാണ്. ഓക്കെ, 34ാമത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് phase of history of development of social work in India during British period is characterized by. ഫസ്റ്റ് ആ ഒരു ഫേസ് ഏതാണ്? ഓക്കെ, 34ാമത്തെ ആൻസർ എന്താണ്? സോഷ്യൽ റിഫോംസ് ആണ് ആൻസർ വരുന്നത്. സോഷ്യൽ റിഫോംസ് ആണ് ആൻസർ വരുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Which of the following is the stages of development of social case work? Social case work എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഡെവലപ്മെന്റ് പ്രോസസ്സിനെ കുറിച്ചുള്ള ചോദ്യമാണ്. ഓക്കെ, ഏതൊക്കെ ഫേസസിലൂടെയാണ് കടന്നു പോകുന്നത്? 35ാമത്തെ. ഓക്കെ, നമുക്കറിയാം ഒരു ഓർഡർ ആയിട്ട് പഠിച്ചവർക്ക് സിഗോ ആയിട്ട് ഇതിന് ആൻസർ ചെയ്യാം. ആൻസർ സി ആണ്. ദ എക്സ്പ്ലോറേറ്ററി, ദ ഡിസിപ്ലിനറി, അത് കഴിഞ്ഞിട്ട് ദ സോഷ്യോളജിക്കൽ, ദ സൈക്കോളജിക്കൽ ആൻഡ് സിന്തറ്റിക് ആൻഡ് ദ ഇന്റഗ്രേറ്റഡ്. സോ ഈ 4 സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്നാമത്തെ ഏതാണ്? എക്സ്പ്ലോറേറ്ററി, പിന്നെ സോഷ്യോളജിക്കൽ, സൈക്കോളജിക്കൽ, സിന്തഗ്രേറ്റഡ് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സോ 36ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 36ാമത്തെ ക്വസ്റ്റ്യൻ. Which among the following is not in the list of principles of community organization as listed by Siddiqui 1997 in India? താഴെ പറയുന്നതിൽ ഏത് പ്രിൻസിപ്പിൾ ആണ് ഉൾപ്പെടുത്താത്തത്? കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെ പ്രിൻസിപ്പിൾ ഉൾപ്പെടാത്തത് ഏതാണ്? കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെ പ്രിൻസിപ്പിൾ ഉൾപ്പെടാത്തത് ഏതാണ്? ഓക്കെ, ഉൾപ്പെടാത്തത് ഏതാണ്? ഇത് നമ്മൾ തിയറിറ്റിക്കൽ ആയിട്ട് നല്ല ബോധം ഉണ്ടെങ്കിൽ നമുക്ക് പറയുന്നു ഇതില് പ്രിൻസിപ്പിൾസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ആണ് ഉൾപ്പെടാത്തത്. എന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ആണ് ഉൾപ്പെടാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. Which model of the community organization envisage that community change may be achieved through participation of wide variety of people in planning, implementation and evaluation process? 37ാമത്തിന്റെ ആൻസർ എന്താണ്? ലൊക്കാലിറ്റി ഡെവലപ്മെന്റ് മോഡൽ. ഓക്കെ, സോ എന്താണ് നമ്മള് ജനങ്ങളെല്ലാം കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ പ്രോസസ്സിൽ എന്താണ് താഴേക്കിടയിലുള്ള ജനങ്ങൾ വരെ ഉൾപ്പെടണം എന്നുള്ള കാര്യം പറയുന്നതാണ് ലൊക്കാലിറ്റി ഡെവലപ്മെന്റ് മോഡൽ. സോ അടുത്ത ക്വസ്റ്റ്യൻ. The method developed by Jacob Morino and Helen Jennings for depicting and measuring interpersonal attraction in groups is known as. ഒരു ഗ്രൂപ്പിനകത്തെ അവരുടെ ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്നൊക്കെ പറയാം അല്ലെ? ആ ഗ്രൂപ്പ് ഡൈനാമിക്സ് പരസ്പരം ഉള്ള എന്താണെന്ന് മനസ്സിലാക്കാൻ ഉപയോഗിച്ച ടെക്നിക്കൽ സാധനം എന്താണ്? സോഷ്യോമെട്രി. എന്താണ്? സോഷ്യോമെട്രി ആണ്. ഓക്കെ, ഫിസിയോമെട്രി, സൈക്കോമെട്രി, ടോണോമെട്രി ഒക്കെ വേറെ സാധനമാണ്. സോഷ്യോമെട്രിയിലാണ് നമ്മൾ എന്താണ് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഡെപിക്ട് ചെയ്യുന്നത്. അടുത്ത 31ാമത്തെ ക്വസ്റ്റ്യൻ. Who is the head of the State Adoption Resource Agency? സ്റ്റേറ്റ് അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസിയുടെ ഹെഡ് ഏതാണ്? സോ ഇതിൽ നമുക്ക് ആൻസർ നമുക്ക് ഡയറക്റ്റ് അറിയാം. പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡീലിംഗ് വിത്ത് അഡോപ്ഷൻ. അവരാണ് സ്റ്റേറ്റ് അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസിയുടെ ഹെഡ് ആയിട്ട് വരുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In which year the Icds scheme was converted to the mission mode and registered under the Travancore Cochin Literacy, Scientific and Charitable Societies Acts? ഒരു മിഷൻ മോഡിലേക്ക് ഇത് ICDS സ്കീം മാറ്റിയത് ഏത് വർഷമാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2014 അത് വരുന്നത്. ഓക്കെ, സോ അടുത്തത് കാപ്പൽ പ്ലസിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ ശരിയല്ലാത്തത് ഏതൊക്കെയാണ്? ശരിയല്ലാത്തത് ഏതൊക്കെയാണ്? ഓക്കെ, സോ ഇവിടെ കാവൽ പ്ലസ് എന്താണെന്ന് അറിയാം. കാവൽ പ്ലസ് എന്ന് പറഞ്ഞാൽ സെക്സ്വലി അബ്യൂസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യമാണ്. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസിൽ എന്താണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി. ഇറ്റ് സ്പെസിഫിക്കലി ഫോക്കസസ് ഓൺ ചിൽഡ്രൻ ഹു ഹാവ് ബീൻ സെക്സ്വലി അബ്യൂസ്ഡ്. ഓക്കെ, സെക്സ്വൽ അബ്യൂസ് ഉണ്ടായ കുട്ടികളെ മാത്രമല്ല ബാക്കിയുള്ള ആൾക്കാരെ നമ്മൾ നോക്കുന്നുണ്ട്. സോ എന്താണ്? ഓപ്ഷൻ എ തെറ്റാണ്. ഓക്കെ, സോ ഓപ്ഷൻ എ തെറ്റ് വരുമ്പോൾ എന്താണ്? എയും സിയും ശരിയാകാൻ സാധ്യതയുണ്ട്. ബാക്കിയെല്ലാം പിന്നെ സിയും ശരിയാകാൻ സാധ്യതയുണ്ട്. നമുക്ക് എന്താണ്? ബി എന്ന് പറയുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇറ്റ് ഓഫേഴ്സ് സ്പെഷ്യലൈസ്ഡ് സപ്പോർട്ട് tailored to the needs of child sexual abuse survivors. ചൈൽഡ് സെക്സ്വൽ അബ്യൂസ് സർവൈവേഴ്സിന് സപ്പോർട്ട്, സ്പെഷ്യലൈസ്ഡ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അത് ശരിയാണ്. സോ 2 വന്നിട്ടുള്ള ഓപ്ഷൻസ് വീണ്ടും നമുക്ക് വെട്ടാം. എയും ഡിയും വെട്ടാം. സോ ആൻസർ എന്താണ്? സി ആണ് ആൻസർ. ആൻസർ എന്താണ്? സി ആണ്. കാരണം എന്താണ്? ഏതൊക്കെയാണ് തെറ്റ്? ഒന്നാമത്തെ തെറ്റാണ്. അത് കഴിഞ്ഞ് 3ഉം 4ഉം. ഓക്കെ, കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ. സോ ആൻസർ എന്താണ്? ആൻസർ 3 ആണ് വരുന്നത്. അതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ആർ പില്ലേഴ്സ് ഓഫ് പോഷൻ അഭിയാൻ? പോഷൻ അഭിയാൻ പ്രോഗ്രാമിന്റെ പില്ലേഴ്സ് ഏതൊക്കെയാണ്? പോഷൻ അഭിയാൻ
Okay, so നോക്കാം ഓപ്ഷൻസ്. എൻഷുറിംഗ് ആക്സസ് ടു ക്വാളിറ്റി സർവീസസ് അക്രോസ് കണ്ടിന്യൂം ഓഫ് കെയർ. സോ എല്ലാവർക്കും എന്താണ് ക്വാളിറ്റി സർവീസസ്, കെയർ സർവീസസ് എല്ലാം കൊടുക്കുക. ടെക്നോളജി യൂസ് ചെയ്യുക, അത് ശരിയാണ്. ആദ്യത്തെ രണ്ടെണ്ണം ശരിയാണ്. അടുത്ത എൻഷുറിംഗ് കൺവേർജൻസ് ഓഫ് മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് ആൻഡ് സ്കീംസ്. പല പ്രോഗ്രാംസും എല്ലാം ഇവിടെ ഒരുമിച്ച് കൊണ്ടുവരും, ഒരേ കുടക്കീഴിൽ കൊണ്ടുവരും, ശരിയാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം എൻഷുർ ചെയ്യുക. സോ എല്ലാം ശരിയാണ്. സോ 42ാമത്തെ ആൻസർ എന്താണ്? 42ാമത്തെ ആൻസർ ഡി ആണ്. ഏതാണ്? ഡി ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവും. സോ അടുത്ത 43ാമത്തെ ക്വസ്റ്റ്യൻ. 43ാമത്തെ ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഡയറക്റ്റ് ഐഡിയ എന്താണെന്ന് ബോധം ഉണ്ടെങ്കിൽ ഇതെല്ലാം ശരിയാണെന്ന് തോന്നുന്നു, ഐഡിയയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. An individual or group of or community effort within the framework of social work philosophy and practice that aims to achieve social progress, modify social policies and improve social legislations and health and welfare services are termed. നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണ്? കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷനും ഒക്കെ ഓപ്ഷൻ ഉണ്ടെങ്കിലും ഏറ്റവും കറക്റ്റ് എന്താണ്? സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. എന്താണ്? സോഷ്യൽ ആക്ഷൻ ആണ്. കാരണം അവിടെ നമ്മൾ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. സോ അടുത്തത് 44ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് കം അണ്ടർ ദ ഇന്റഗ്രൽ വ്യൂ ഓഫ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ? ഇന്റഗ്രൽ വ്യൂ ഓഫ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ അണ്ടറിൽ വരുന്ന ടേംസ് ഏതൊക്കെയാണ്? ഓക്കെ, സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷന്റെ ഒരു സ്കോപ്പിൽ വരുന്ന കാര്യങ്ങളാണ് ചോദിക്കുന്നത്. സോഷ്യൽ പ്രോബ്ലംസ് ഉറപ്പായിട്ടും വരും അല്ലെ, സോഷ്യൽ സർവീസസ് ഉറപ്പായിട്ടും വരും, സോഷ്യൽ ഹെൽത്ത് വരും, സോഷ്യൽ സെക്യൂരിറ്റി വരും. സോ 4 ഓപ്ഷൻസും നമ്മുടെ ഇന്റഗ്രൽ വ്യൂ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നതാണ്. സോ ആൻസർ എന്താണ്? ആൻസർ ഡി ആണ്, ഓൾ ഓഫ് ദി അബോവ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The test used to determine difference between research result from 3 or more unrelated samples of groups. So സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ ഏതാണ്? അതിന്റെ ആൻസർ അനോവ ആണ്. എന്താണ്? അനോവ ആണ്. അടുത്ത ചോദ്യം. Which among the following are true about embedded case studies? Embedded case studies ന്റെ ഫീച്ചേഴ്സ് എന്താണ്? ഓക്കെ, 46ാമത്തെ ക്വസ്റ്റ്യൻ. 46ാമത്തെ ആൻസർ ഓൾ ഓഫ് ദി അബോവ് ആണ്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ യൂണിറ്റ്സ് ഓഫ് അനാലിസിസ് യൂസ് ചെയ്യുന്നുണ്ട്, റിയൽ വേൾഡ് കോണ്ടെക്സ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്, എക്സ്പ്ലനേറ്ററി എക്സ്പ്ലോറേറ്ററി 2 യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ്? മാത്രമല്ല നമ്മുടെ റിസർച്ച് ഫീൽഡ്, നമ്മുടെ കൂടെയുള്ള റിസർച്ച് ലൈക് വേറെ സബ്ജക്റ്റുള്ള നോൺ അക്കാഡമിക് ഓർഗനൈസേഷനെ റിസർച്ചേഴ്സിനെ എല്ലാം ഒരുമിച്ച് കൊണ്ടുവരും. സോ എംബഡഡ് കേസ് സ്റ്റഡീസിന്റെ ട്രൂ എന്താണ്? ഓൾ ഓഫ് ദി അബോവ് ആണ്. 4 ശരിയാണ്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. An approach to the analysis of data in which the researcher seeks universal explanations of a phenomena by pursuing the collection of data until no cases that are inconsistent with the hypothetical explanation of a phenomenon are found. So totally ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 47ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അനലിറ്റിക് ഇൻഡക്ഷന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത്. ആ ഓപ്ഷൻ ഏതാണ്? അനലിറ്റിക് ഇൻഡക്ഷൻ ആണ്. സോ അടുത്ത 48ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് among the following are not the merit of Solomon for group design? Solomon for group design-ന്റെ എന്താണ് മെറിറ്റ് അല്ലാത്തത് ഏതാണ്? സോ 48ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈസി ആയിട്ട് ആൻസർ എന്ത്? പ്രൊട്ടസ്റ്റ് എഫക്ട്സിനെ കുറിച്ച് അവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. സോ 1ാമത്തെ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ശരിയാണെന്ന് മനസ്സിലാക്കാം. അടുത്തത് ദ ആർഗ്യുമെന്റ് ദാറ്റ് റിയാലിറ്റി ഈസ് ഫ്രജൈൽ സോഷ്യൽ കൺസ്ട്രക്ഷൻ സബ്ജക്ട് ടു ന്യൂമറസ് ലൈൻസ് ഓഫ് റൈറ്റ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഈസ്. ഓക്കെ, സോ 49ാമത്തെ ക്വസ്റ്റ്യൻ. ഫ്രജൈൽ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഈ സബ്ജക്ട് ന്യൂമറസ് ലൈൻസ് ഓഫ് സൈറ്റ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഈസ് എന്ന് പറയുന്നത് എന്താണ്? 49ാമത്തെ ആൻസർ പോസ്റ്റ് സ്ട്രക്ചറൽ ടേസ് ആണ്. എന്താണ്? പോസ്റ്റ് സ്ട്രക്ചറൽ ടേസ് ആണ്. ഓക്കെ, അടുത്ത 50ാമത്തെ ക്വസ്റ്റ്യൻ. സോ ഇതുവരെ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമുക്കറിയാം ഒരു 50 ക്വസ്റ്റ്യൻ, ഒരു 30 ക്വസ്റ്റ്യൻ നമുക്ക് സുഖമായിട്ട് അടിച്ചെടുക്കാം. ഒരു 20 ക്വസ്റ്റ്യൻസ് കുറച്ച് പഠിച്ചവർക്കൊക്കെ ചെയ്യാൻ പറ്റും. സോ ആ ഒരു രീതിയാണ് നമുക്ക് ആ ഒരു രീതിയിൽ ആൻസർ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. എന്ന് പറഞ്ഞാൽ മാറിയ സിലബസിന്റെ വളരെ വലിയ ധാരാളിത്തം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ 50ാമത്തെ ക്വസ്റ്റ്യൻ. The statistical test used to compare observed data into expected data and determine if the difference is due to chance of relationship between variables. So അടുത്ത ക്വസ്റ്റ്യൻ. The stage of creativity units deciding if the insight is valuable or more. നമുക്ക് കിട്ടിയ ഇൻസൈറ്റ്, നമ്മൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പല സ്റ്റേജിലൂടെ കടന്നു പോകും. സോ ഇങ്ങനെ കിട്ടുന്ന ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മുടെ ലൈഫിൽ വാല്യൂബിൾ ആണോ, നമ്മുടെ മുന്നോട്ടുള്ള പോക്കിന് വാല്യൂബിൾ ആണോ, നമ്മൾ മുന്നോട്ട് വീണ്ടും കൊണ്ടുപോകണോ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? സോ 50ന്റെ ആൻസർ എന്താണ്? ഇവാലുവേഷൻ. ഇവാലുവേഷൻ സ്റ്റേജിൽ
ാണ് നമ്മൾ കൊണ്ടുവന്ന ഐഡിയ അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്ത ഐഡിയ ഇനിയും കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള ചോദ്യം വരുന്നത്. സോ അടുത്തത് ദ ഗിൽഫോർഡ് സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് യൂണിറ്റ് ഈസ് കമ്മിങ് ഉണ്ട്. സോ നമ്മൾ സൈക്കോളജി സൈഡിലോട്ടൊക്കെ പോവാണ്. 52ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഓപ്പറേഷനെ കുറിച്ചാണ് ഗിൽഫോർഡിന്റെ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് ഡിസ്കസ് ചെയ്യുന്നത്. കണ്ടന്റിനെ കുറിച്ചോ പ്രൊഡക്റ്റിനെ കുറിച്ചോ ഇവാലുവേഷനെ കുറിച്ചോ അല്ല. അടുത്ത 53ാമത്തെ ക്വസ്റ്റ്യൻ എ സിംബോളിക് കൺസ്ട്രക്ഷൻ എന്താണ്? അതിനെ വിളിക്കുന്നത് കൺസെപ്റ്റ് എന്നാണ്. എന്താണ്? കൺസെപ്റ്റ് ആണ്. 53ന്റെ ആൻസർ എന്താണ്? ബി ആണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദി ഇമോഷണൽ ആൻഡ് ഇവാലുവേറ്റീവ് മീനിങ് ഓഫ് വേർഡ്സ് ആൻഡ് കൺസെപ്റ്റ്സ് ആണ്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കനോറ്റേറ്റീവ് മീനിങ് ആണ്. എന്താണ്? കനോറ്റേറ്റീവ് മീനിങ് ആണ്. വലിയ കാര്യമൊന്നുമില്ല, ഡയറക്റ്റ് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ദ തിയറി ഓഫ് ഇമോഷൻ suggesting that emotions provoking events produce various physiological reactions and that the recognition of these is responsible for subjective emotional experience. ഈ കഥ പറഞ്ഞ ആരാണ്? ഈ ഐഡിയ പറഞ്ഞ ആരാണ്? എന്താണ്? ജെയിംസ് ലാഞ്ച് ആണ് പറഞ്ഞത്. ജെയിംസ് ലാഞ്ച് ആണ് പറയുന്നത്. അടുത്ത 56ാമത്തെ ക്വസ്റ്റ്യൻ ദ ഹങ്കർ മോട്ടിവേഷൻ that acts as a satiety center. വെൻട്രോമെഡിക്കൽ ഹൈപ്പോതലാമസ് ആണോ? റേഡിയൽ മീഡിയൽ ഹൈപ്പോതലാമസ് ആണോ? പോസ്റ്റീരിയർ ഹൈപ്പോതലാമസ് ആണോ? ലാറ്ററൽ ഹൈപ്പോതലാമസ് ആണോ? 56ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വെൻട്രോമീഡിയൽ ഹൈപ്പോതലാമസ് ആണ് ആൻസർ വരുന്നത്. 57ാമത്തെ ക്വസ്റ്റ്യൻ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് ഡയറക്റ്റിംഗ് അവർ അവയർനെസ് ടു റിലവന്റ് സ്റ്റിമുലി. നമ്മുടെ ചുറ്റുമുള്ള സ്റ്റിമുലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റിമുലയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് എന്താണ്? സസ്റ്റെയിൻഡ് അറ്റൻഷൻ. 57ന്റെ ആൻസർ എന്താണ്? സസ്റ്റെയിൻഡ് അറ്റൻഷൻ. അടുത്ത 58 ഡാഷ് പ്രൊപ്പോസസ് ദാറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഫിൽട്ടറിംഗ് ഔട്ട് ഇൻഫർമേഷൻ ത്രോലി വി ലോവർ ദ വോളിയം ഓഫ് അൺഅറ്റൻഡഡ് സ്റ്റിമുലി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഫിൽട്ടർ ചെയ്തെടുക്കാതെ എന്താണ് അൺഅറ്റൻഡഡ് സ്റ്റിമുലിയുടെ എന്താണ് ആ ഒരു ഇമ്പാക്ട് കുറയ്ക്കുക എന്ന് പറഞ്ഞ തിയറി ഏതാണ്? കുറച്ച് വായിച്ചാൽ മാത്രം കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എന്താണ്? ട്രീസ്മാൻസ് അറ്റന്യൂവേഷൻ മോഡൽ. സോ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം 58 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ 58 ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഏകദേശം എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം പറയാമോ? നിങ്ങൾക്ക് ഏകദേശം എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? 58 ക്വസ്റ്റ്യൻസിൽ സെലക്റ്റീവ് ആണ്. സെലക്റ്റീവ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, നിങ്ങൾക്ക് കട്ട് ഓഫ് ഒക്കെ എത്ര ഈ 58 ക്വസ്റ്റ്യൻസിൽ എത്രയും നമുക്ക് കവർ ചെയ്യാൻ പറ്റി? എത്ര നമുക്ക് നിങ്ങൾക്ക് ഏകദേശം എത്ര ശരിയാക്കാൻ പറ്റി? ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു 40 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ശരിയാക്കാൻ പറ്റുന്നതാണ്, കുറച്ച് വായനയൊക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, സിലബസ് മാറ്റത്തിന്റെ നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ കണ്ടിന്യൂ ചെയ്യാം. 59ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാണ്. വിച്ച് among the following is not a monocular queue? മോണോക്യുലർ ക്യൂ അല്ലാത്തതാണ്. മോണോക്യുലർ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ രണ്ട് കണ്ണിന്റെ ആവശ്യമില്ലാത്ത. സോ നമ്മൾ നോക്കുവാണ് മോഷൻ പാരലാക്സ്, കൺവേർജൻസ്, ലീനിയർ പെർസ്പെക്റ്റീവ്, ഇന്റർപൊസിഷൻ. സോ ഇതിൽ നമ്മൾ കാണുമ്പോൾ ഇതിനകത്ത് എന്താണ് നമുക്ക് ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കും. നമ്മുടെ രണ്ട് കണ്ണിനെ യൂസ് ചെയ്യുന്ന കൺവേർജൻസ് ആണ്. സോ കൺവേർജൻസ് ആണ് മോണോക്യുലർ ക്യൂ അല്ലാത്തത്. 60ാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് ബിഗിൻസ് വിത്ത് ദ റിട്രീവൽ ഓഫ് സെൻസറി ഇൻഫർമേഷൻ ഫ്രം a external environment to build perception based on current input of sensory information. സോ ഈ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സെൻസറി ഇൻഫർമേഷൻ നമ്മൾ എടുത്തുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ. സോ നമുക്ക് ബോട്ടം അപ്പും അതോടൊപ്പം ടോപ്പ് ഡൗൺ അപ്രോച്ചും എന്താണെന്ന് അറിയാമെങ്കിൽ ഇതിന് ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതെന്താണ്? ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? നമ്മൾ സെൻസസിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അതേസമയം എൻവയോൺമെന്റിൽ നിന്ന് പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ടോപ്പ് ഡൗൺ ആയിരുന്നു. ആൻസർ എന്താണ്? ബി ആണ്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തത് 61ാമത് ഡാഷ് ഈസ് എ ടൈപ്പ് ഓഫ് മെമ്മറി ലോസ് ദാറ്റ് അഫക്ട്സ് അവർ എബിലിറ്റി ടു ആക്സസ് മെമ്മറീസ് ഫ്രം ബിഫോർ ദ ഓൺസെറ്റ് ഓഫ് അംനീഷ്യ. 61ാമത്തെ ആൻസർ എന്താണ്? retrograde amnesia ആണ് വരുന്നത്. സോ 62ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. The way of measuring memory in which people after being exposed to be remembered items are asked to call back the items from memory. സോ നമ്മുടെ മെമ്മറി എന്നുള്ള കാര്യങ്ങൾ റീകോൾ ചെയ്യുന്ന സാധനമാണ്. സോ ആൻസർ എന്താണ്?
ആൻസർ ഡയറക്റ്റ് നമുക്ക് റീകോൾ ആണെന്നുള്ള ബോധം വേണം. റീകോൾ ആണ് ആൻസർ വരുന്നത്. 63ാമത്തത്. ഓക്കെ, അട്രോഫി ഓഫ് ദിസ് ബ്രെയിൻ സ്ട്രക്ചർ ഈസ് ഓഫൺ സീൻ ഇൻ ഓട്ടിസം. ഏത് സൈഡിന്റെ എന്താണ് അട്രോഫി ഓഫ് ദിസ് ബ്രെയിൻ സ്ട്രക്ചർ ഉണ്ടാകുന്നത്? 63ന്റെ ആൻസർ എന്താണ്? 63ന്റെ ആൻസർ എന്താണ്? സെറിബെല്ലോ ആണ്. എന്താണ്? സെറിബെല്ലോ ആണ്. ഓക്കെ, ബ്ലൂലെസ് 4 rays that characterize schizophrenia include which of the following except ഓട്ടിസം ആണോ ആംബിവിയൻസ് ആണോ ഏതാണ് വരുന്നത്? ഓക്കെ, ഏതാണ് വരുന്നത്? ഓക്കെ, ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 64ാമത്തത്. 64ാമത്തെ എന്താണ്? ആൻഹിഡോണിയ ആണ്. ഡി ആണ് ആൻസർ. ആൻസർ വരുന്നത് എന്താണ്? ഡി ആണ് വരുന്നത്. സോ 65ാമത്തെ ക്വസ്റ്റ്യൻ. 65ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 65ാമത്തെ ക്വസ്റ്റ്യൻ, find out the answer from the codes given below. Neuropathological hallmark of Alzheimer's disease. Alzheimer's-ന്റെ ഫീച്ചേഴ്സ്. 65ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അതിന്റെ ആൻസർ എന്താണ്? 65ാമത്തെ ആൻസർ നമുക്ക് നോക്കാം. ഡിസ്ട്രക്ഷൻ ഓഫ് മൈലിൻ ഷീത്ത് ഓൺ ദ ന്യൂറോൺ. ഓക്കെ, സോ അതോടൊപ്പം തന്നെ ഡെവലപ്മെന്റ് ഓഫ് ബീറ്റ അമിലോയിഡ് പ്ലേക്സ് ഇൻ between neurons, destruction of dopaminergic neurons, creation of neurofibrillary tangles with the neuron. സോ 4 ഓപ്ഷൻസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അൽഷിമേഴ്സിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആൻസർ ഇവിടെ എന്താണ് വരുന്നത്? ആൻസർ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. താഴത്തെ ഓപ്ഷൻസിൽ ടിക്ക് ചെയ്ത് പോയാൽ തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ 65ാമത്തെ ആൻസർ ഡി ആണ്. ഓക്കെ, ഇതിനകത്ത് 2ാമത്തെയും 4ാമത്തെയാണ് കറക്റ്റ്. ഓക്കെ, ഡെവലപ്മെന്റ് ഓഫ് ബീറ്റ അമിലോയിഡ് പ്ലേക്സ് ബിറ്റ്വീൻ ദ ന്യൂറോൺസ്, ക്രിയേഷൻ ഓഫ് ന്യൂറോഫൈബ്രാലിറ്റി ടാങ്കിൾസ് വിത്ത് ദ ന്യൂറോൺ ആണ് ആൻസർ. സോ ആൻസർ എന്താണ്? ഡി ആണ് വരുന്നത്. സോ 66ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. A symptom that suggests that a patient has major depressive disorder rather than normal bereavement is the presence of initial insomnia, the presence of terminal insomnia, functional impairment 3 months after death, weight loss. ഇതിൽ ഏതാണ് 66ാമത്തെ ആൻസർ? ഏതാണ്? ഫങ്ഷണൽ ഇമ്പയർമെന്റ് 3 months after death ആണ് കറക്റ്റ് ആൻസർ. സോ 67ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 67ാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ലേണിംഗിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. വോളണ്ടറി റെസ്പോൺസസ് ദാറ്റ് ആർ എമിറ്റഡ് ബൈ ആൻ ഓർഗാനിസം ഇൻ എ ഗിവൺ എൻവയോൺമെന്റ് ആർ ഇൻവോൾവ്ഡ് ഇൻ. വോളണ്ടറി റെസ്പോൺസസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കണം? അത് ക്ലാസിക്കൽ കണ്ടീഷനിങ് അല്ല. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ എന്താണ്? ഇൻവോളണ്ടറി റെസ്പോൺസസ് ആണ്. ഒബ്സർവേഷൻ ലേണിംഗും അല്ല, ഇൻസൈഡ് ലേണിംഗും അല്ല, ഒപ്പാരന്റ് കണ്ടീഷനിങ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. 68ാമത്തെ ആൻസർ നോക്കാം. ഹേബിയൻ തിയറി ഹോൾഡ്സ് ദ ഫോളോയിങ് ന്യൂറോഫിസിയോളജിക്കൽ അസംഷൻ റിഗാർഡിംഗ് ലേണിംഗ്. ലേണിംഗിനെ കുറിച്ച് ഏതൊക്കെ അസംഷൻസ് ആണ് താഴെ പറയുന്നതിൽ ശരിയായിട്ടുള്ളത്? ആൻസർ എന്താണ്? 1, 2 and 3 ആണ് കറക്റ്റ്. റിപ്പീറ്റഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻപൾസസ് ബിറ്റ്വീൻ 2 cells ലീഡ്സ് ടു പെർമനന്റ് ഫെലിസിറ്റേഷൻ ഓഫ് ട്രാൻസ്മിഷൻ ബിറ്റ്വീൻ ദീസ് സെൽസ് കറക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ സെക്കൻഡും തേർഡും ഈ കറക്റ്റ് ആണ്. സോ 68ന്റെ ആൻസർ എന്താണ്? എ ആണ്. ഓക്കെ, അടുത്ത 69ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 69ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും. ഒബ്ജക്ഷൻ റിലേഷൻ തിയറിസ്റ്റ് സൈക്കോളജിക്കൽ ബർത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത ആരാണ്? മാർഗരറ്റ് മെഹ്ലർ ആണ്. സോ 70ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ പേഴ്സണാലിറ്റി തിയറിസ്റ്റ് ഹു പ്രിഫർഡ് to label himself as dialectic humanist എന്ന് സ്വന്തമായിട്ട് നമ്മൾ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞ ആരാണ്? സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഐഡിയ എറിക് ഫ്രോം ആണ്. ആരാണ്? എറിക് ഫ്രോം ആണ്. ഓക്കെ, 71ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ദ 8 limbs ഓഫ് യോഗ ഫോർമുലേറ്റഡ് ബൈ പതാഞ്ജലി ക്രിയേറ്റ് ചെയ്ത 8 limbs ഓഫ് യോഗ ഏതൊക്കെയാണെന്ന് പറയുക. സോ അതിന്റെ ആൻസർ എന്താണ്? ആൻസർ സി ആണ്. അബ്സെൻഷൻസ്, ഒബ്സർവൻസസ്, പോസ്റ്റേഴ്സ്, വൈറ്റൽ എനർജി കൺട്രോൾ, ഇന്റീരിയറൈസേഷൻ, കോൺസെൻട്രേഷൻ, മെഡിക്കേഷൻ, ഇലുമിനേഷൻ തുടങ്ങിയ സാധനങ്ങളാണ്. സോ 71ന്റെ ആൻസർ എന്താണ്? സി ആണ്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 72. ദ റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ വിച്ച് ഹൈലി പ്രോൺ ടു എക്സ്റ്റിങ്ഷൻ. ക്ലാസിക്കൽ കണ്ടീഷനിങ് നമ്മൾ പഠിക്കുന്ന സാധനമാണ് എക്സ്റ്റിങ്ഷന് പ്രോൺ ആകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മുടെ ഫിക്സ്ഡ് ഇന്റർവെൽ ആണ്. ആൻസർ എന്താണ്? ഫിക്സ്ഡ് ഇന്റർവെൽ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫിക്സ്ഡ് ഇന്റർവെല്ലിൽ നടക്കുന്ന സാധനങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതെന്താണ്? പെട്ടെന്ന് ഇല്ലാതായി പോകാൻ സാധ്യതയുണ്ട്. അടുത്തത് പെരിഫറൽ റൂട്ട് ടു പെർസ്യൂഷൻ ഈസ് ഓൾസോ നോൺ ആസ്. ആൻസർ എന്താണ്? 73ന്റെ ഹ്യൂറിസ്റ്റിക് പ്രോസസ്സിംഗിനെയാണ് നമ്മൾ പെരിഫറൽ റൂട്ട് ഓഫ് പെർസ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എ ഡിസ്പോസിഷണൽ ആട്രിബ്യൂഷൻ ഈസ് കോൾഡ് ഫോർ വെൻ.
ഡിസ്പോസിഷണൽ ആട്രിബ്യൂഷൻ എപ്പോഴാണ് നമ്മൾ റീകോൾ ചെയ്യുന്നത്? 74ാമത്തെ ആൻസർ ഏതാണ്? കൺസെൻസസ് ആൻഡ് ഡിസ്റ്റിങ്റ്റീവ്നെസ് ആർ ലോ ബട്ട് കൺസിസ്റ്റൻസി ഹൈ. സോ ആൻസർ എന്താണ്? ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 75ാമത്. Given below are two statements, assertion and reason. Choose the correct answer from the goals. Assertion reasoning ആണ്. സോ നമുക്ക് നോക്കാം. 75ന്റെ ആൻസർ എന്താണ്? Schemas persist even in the face of disconfirming information and exert self-fulfilling effects on the behavior. Okay, അതാണ് സ്റ്റേറ്റ്മെന്റ്. അടുത്തത് saliency of self schema is especially relevant if the schema is to guide behavior and reduce uncertainty. സോ 75ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ സ്കീമയെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ബേസിക് ബോധം ഉണ്ടെങ്കിൽ 75ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നൈസിന് ചെയ്യാൻ പറ്റും. 75ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്താണ്? ആൻസർ എ ആണ് വരുന്നത്. എ ആൻഡ് അസേഷനും റീസണും കറക്റ്റ് ആണ്. ഓക്കെ, കറക്റ്റ് എക്സ്പ്ലനേഷനും ആണ്. ഓക്കെ, സോ 76ാമത്തെ നമ്മൾ നോക്കാം. 76ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അക്കോർഡിംഗ് ടു കൊഹ്ലെ സ്റ്റേജസ് ഓഫ് മോറൽ ഡെവലപ്മെന്റ്, വിച്ച് സ്റ്റേജ് ഡു ചിൽഡ്രൻ ബിഗിൻ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അദിയർ സോഷ്യൽ നോംസ് ആൻഡ് റൂൾസ്? ഏത് സമയത്താണ് കുട്ടികളുടെ സോഷ്യൽ നോംസ് കാര്യങ്ങളും എല്ലാം നോക്കുന്നത്? സോ അതിന്റെ ആൻസർ 76ാമത്തെ ആൻസർ ഏതാണ്? 76ന്റെ ആൻസർ കൺവെൻഷണൽ സ്റ്റേജിലാണ്. ഓക്കെ, 77ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ന്യൂട്രിയന്റ് ഈസ് മോസ്റ്റ് ക്രിട്ടിക്കൽ ഫോർ പ്രിവെന്റിംഗ് ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് ഡ്യൂറിംഗ് പ്രഗ്നൻസി? ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് ഇല്ലാതാക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഏത് ന്യൂട്രിയന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട? 77ന്റെ ആൻസർ എന്താണ്? ഫോലിക് ആസിഡ് ആണ്. എന്താണ്? ഫോലിക് ആസിഡ് ആണ്. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തത് the energy requirement during the third trimester of pregnancy increases by approximately എത്ര വെച്ച് കൂടും? 78ാമത്തെ ആൻസർ എന്താണ്? 350 കലോറി ഡേ. ഓക്കെ, അടുത്തത് 79. കാൽഷ്യം റിക്വയർമെന്റ് ഡ്യൂറിംഗ് ലാക്ടേഷൻ ഈസ്? ലാക്ടേഷൻ, ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ഡയറക്റ്റ് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. ആൻസർ 1200 മില്ലിഗ്രാം പെർ ഡേ ആണ്. എത്രയാണ്? 1200 മില്ലിഗ്രാം ഡേ per day. Which of the following symptoms is least likely to be associated with vitamin A deficiency in children? Vitamin A deficiency ആയിട്ട് ഏറ്റവും കുറവ് ബന്ധമുള്ള ഏതാണെന്നാണ്. അതിന്റെ ആൻസർ എന്താണ്? ഡിലേഡ് വൂണ്ട് ഹീലിംഗ് ആണ്. എന്താണ്? ഡിലേഡ് വൂണ്ട് ഹീലിംഗ് ആണ്. അടുത്ത 81ാമത്തത്. A deficiency in which nutrient is primarily cause of rickets in children? Okay, റിക്കറ്റ്സ് വരുത്തുന്നതിന് കാരണമായിട്ടുള്ളതാണ് ചോദിക്കുന്നത്. ആൻസർ എന്താണ്? വിറ്റാമിൻ ഡി ആണ്. എന്താണ്? വിറ്റാമിൻ ഡി. സോ 80 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. സോ ഒരു 40 മാർക്കൊക്കെ നമുക്ക് അടിച്ചെടുക്കാം. ഡിഫിക്കൽട്ടി ഒരുവിധം പഠിച്ചിട്ട് പോയാക്കും 40 എടുക്കുക, 60ഒക്കെ സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. 20 മാർക്കിൻ്റെത്തോളം ക്വസ്റ്റ്യൻ ആണ് ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നത്. സോ 82. Which strategy is most effective in preventing iron deficiency anemia in children? സോ 52ാമത്തെ ആൻസർ ഏതാണ്? 82 ഇൻക്രീസിങ് ഫിസിക്കൽ ആക്ടിവിറ്റി ആണോ? ഫോർട്ടിഫിക്കേഷൻ ഓഫ് സ്റ്റേപ്പിൾ ഫുഡ്? സോ ഇതിന്റെ കറക്റ്റ് ആൻസർ ഫോർട്ടിഫിക്കേഷൻ ഓഫ് സ്റ്റേപ്പിൾ ഫുഡ്സ് വിത്ത് അയൺ ആണ്. ഓക്കെ, മോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം അയൺ നിറഞ്ഞ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻട്രാ uterine growth restriction is most closely associated with which of the following maternal nutrition deficiencies? ഏതുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? വിറ്റാമിൻ എ ആണോ? ഒമേഗ 6 ഫാറ്റി ആസിഡ് ഡെഫിഷ്യൻസി ആണോ? വിറ്റാമിൻ B12 ഡെഫിഷ്യൻസി ആണോ? പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആണോ? ഏതാണ് നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത്? 83ന്റെ കറക്റ്റ് ആൻസർ എന്താണ്? പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 84. The protein needs of a child between the ages of 1 to 3 years is approximately എത്രയാണ്? 1.5 gram kg per day. ഓക്കെ, അതാണ്. 85ാമത്തത്. പ്രിറ്റൺ പ്ലേ ചൈൽഡ് ഡെവലപ്മെന്റിന്റെ പ്രോസസ്സിൽ പ്രിറ്റൺ പ്ലേയുടെ റോൾ എന്താണ്? 85ാമത്തെ ആൻസർ എന്താണ്? ബി ആണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ ആൻഡ് എമോഷണൽ സ്കിൽസിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തത്. According to Vygotsky theory of cognitive development depends on
സോ നമ്മൾ 85ാമത്തെ ക്വസ്റ്റ്യൻ വരെ ഡിസ്കസ് ചെയ്തായിരുന്നു, കണ്ടിന്യൂ ആണ്. സോ 85ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ബി ആണ്. 85ന്റെ ആൻസർ എന്താണ്? ബി ആണ്. 85 പ്രിറ്റൻഡഡ് പ്ലേ എന്ന് പറയുന്നത് എന്താണ്? പ്രിറ്റൻഡ് പ്ലേയിൽ നമ്മൾ എന്താണ്, ഒരു വ്യക്തിയുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ സ്കിൽസ് ആണ് റീഡെവലപ്പ് ചെയ്ത് പോകുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ തിയറി വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത 86ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? വൈഗോട്സിയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയിൽ എന്ത് ഡിപ്പെൻഡ് ചെയ്താണ്? സോഷ്യൽ ഇന്ററാക്ഷൻസിന്റെ ബേസിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. 87ാമത്തെ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ കൺസെപ്റ്റ് ഓഫ് ക്രിട്ടിക്കൽ പീരീഡ്? ക്രിട്ടിക്കൽ പീരീഡ് ഏതാണ്? ഓപ്ഷൻ ആൻസർ എന്താണ്? എ ആണ്. എ ടൈം when a child must learn a specific skill or it will be difficult to learn later. Okay, so അതാണ് ക്രിട്ടിക്കൽ പീരീഡിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ. 88ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ സപ്പോർട്ട് ഫാമിലിയിൽ നിന്ന് ഇല്ലെങ്കിൽ ഒരു കുട്ടി എന്താണ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് കുറഞ്ഞു വരുന്നത്. അടുത്ത 89ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ക്രോണിക് മാൽന്യൂട്രീഷൻ. ഏർലി ചൈൽഡ്ഹുഡിൽ ക്രോണിക് മാൽന്യൂട്രീഷൻ ഉണ്ടാകുമ്പോൾ ചൈൽഡ് ഡെവലപ്മെന്റ് ഏതൊക്കെ ഭാഗങ്ങൾ അഫക്റ്റ് ചെയ്യപ്പെടും? ഓക്കെ, ബി ആണ് ഓപ്ഷൻ. ഫിസിക്കൽ ഗ്രോത്ത്, കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, സോഷ്യൽ ഇന്ററാക്ഷൻസ്, ഇതിനെല്ലാം അഫക്റ്റ് ചെയ്യും. ബാക്കിയുള്ളിടത്തൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. ബി ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, at what stage does Freud suggest that a child's focus on the development of social and academic skills according to his psychosexual stages of development? ഏത് സ്റ്റേജിലാണ്? ലേറ്റൻസി സ്റ്റേജിലാണ്. ഏത് സ്റ്റേജാണ്? ലേറ്റൻസി സ്റ്റേജ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 91ാമത്തെ എന്താണ്? ഡെവലപ്മെന്റ് ഈസ് കണ്ടിന്യൂസ് ബൈ മീൻസ് ഓഫ് സക്സസ്ഫുൾ റെസൊല്യൂഷൻ ഓഫ് പ്രോബ്ലം പെർഫോമൻസ് ടാസ്ക് ആണ്. സോ അവിടെ അതാണ് ആൻസർ വരുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 92. ഓക്കെ, പ്ലേ ഡെവലപ്മെന്റ്. കുട്ടികളിൽ പ്ലേ ഡെവലപ്മെന്റ് കറക്റ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡാരിറ്റി, പാരലൽ പ്ലേ, കോപ്പറേറ്റീവ് പ്ലേ എന്ന് പറഞ്ഞു പോവാണ്. ഓക്കെ, സോ ബി ആണ് ആൻസർ. 93ാമത്തെ എന്താണ്? ICDSന്റെ എന്താണ്, അംഗൻവാടി സെന്റേഴ്സിന്റെ ഒരു അംഗൻവാടി സെന്റേഴ്സിലൂടെ കൊടുക്കാത്ത സർവീസ് ഏതാണ്? ഗ്രോത്ത് മോണിറ്ററിങ്ങും ന്യൂട്രീഷണൽ സപ്ലിമെന്റും പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ നൽകുന്നതാണ്. സ്പോർട്സ് ട്രെയിനിങ് ആണ് നമ്മൾ അവിടെ അംഗൻവാടി സെന്റേഴ്സിലൂടെ കൊടുക്കാത്തത്. ഓപ്ഷൻ എന്താണ്? ഡി ആണ് കറക്റ്റ് ആൻസർ. സോ അടുത്തത് 94ാമത്തത്, എ ടീച്ചർ മാർക്ക് ദ ഗ്രേഡിംഗ് ഓഫ് എ ചൈൽഡ് സപ്പോർട്ടഡ് ബൈ the learning and development as achieves the learning outcome with teachers support. സോ ഈ ഒരു ഫ്രെയിം വർക്കിൽ ആൻസർ എന്താണ്? പ്രോഗ്രസിംഗ് ആണ്. ഒരു ടീച്ചർ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് ട്രാജക്ടറിയിൽ ടീച്ചർ സപ്പോർട്ട് ചെയ്യുന്ന പീരീഡിനെ പ്രോഗ്രസിംഗ് എന്നാണ് പറയുന്നത്. 95ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പ്രീ സ്കൂൾ ചിൽഡ്രൻ സെൽഫ് സെന്റേർഡ് എന്ന് കാണുമ്പോൾ തന്നെ ഒരിക്കലും പ്രീ സ്കൂളിലെ ചിൽഡ്രൻ സെൽഫ് സെന്റേർഡ് അല്ല. ആൻസർ എന്താണ്? ഡി ആണ്. 96ാമത്തത്, ദ പ്രീ സ്കൂൾ കരിക്കുലം ഇന്റഗ്രേറ്റ്സ് ഓൾ ദ ഡൊമൈൻസ് ഓഫ് ഡെവലപ്മെന്റ് ത്രൂ ദ 3 ബ്രോഡ് ഗോൾസ്. എന്താണ് ഇതിനകത്ത് വരാത്തത്? ഓക്കെ, നോട്ട് ഗോൾ ഓഫ് പ്രീ സ്കൂൾ കരിക്കുലം ആണ്. ആൻസർ എന്താണ്? മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് അല്ല, വരത്തില്ല. സോ അതാണ് ആൻസർ. സോ 97ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. 97ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? സി ആണ് വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ സ്കൂൾ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തി ശരിയായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ ചൈൽഡ് ഈസ് കേപ്പബിൾ ഓഫ് ലേണിംഗ് റിഗാർഡ്ലെസ് ഓഫ് ദ സർക്കംസ്റ്റൻസസ് ഓഫ് ബർത്ത് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ആൻസർ എന്താണ്? സി ആണ് വരുന്നത്. ഓക്കെ, സി ആണ് വരുന്നത്. 98ാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ടീച്ചർ അഡൽട്സ് ആക്റ്റീവ്ലി ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന പ്ലേ ആക്ടിവിറ്റിയെ വിളിക്കുന്ന പേരെന്താണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഗൈഡഡ് പ്ലേ ആണ്. എന്താണ്? ഗൈഡഡ് പ്ലേ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 99ാമത്തത്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2023 ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്ന ഏജ് എത്ര ആണ്? 3 to 8 years ആണ്. ഡി ആണ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ റിലേറ്റഡ് ടു പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ഈസ് കറക്റ്റ്? ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫോർമൽ എഡ്യൂക്കേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്, അത് കറക്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് അവസാനത്തെ എന്താണ്? ഒരു നല്ല എൻവയോൺമെന്റും ഓവറോൾ ഡെവലപ്മെന്റും എല്ലാം നല്ല സിറ്റുവേഷൻ പ്രൊവൈഡ് ചെയ്യും. സോ 1ഉം 3ഉം ആണ് കറക്റ്റ്. റിസൾട്ട് ഓറിയന്റഡ് പ്രോഗ്രാം അല്ല ഒരിക്കലും നമ്മളുടെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ കുറെ പേർക്ക് എക്സാം ഹോളിൽ ഡിഫിക്കൽട്ടി നേരിട്ടെന്ന് അറിയാം. കാരണം ഇതൊക്കെ വായിച്ചെടുക്കാനുള്ള ഒരു ഡിഫിക്കൽട്ടിയും കൂടെ ഉണ്ട്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ ടോപ്പിക്കിനെ കുറിച്ചൊക്കെയുള്ള പൊതുബോധവും പിന്നെ എന്താണ് നെറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് കയറി വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് സിലബസ് മാറിയോണ്ട് തന്നെ ഈ പോർഷൻസിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടാൻ പാടായിരുന്നു. അതുകൊണ്ട് എന്താണ് നമ്മൾ കുറച്ച് കുഴഞ്ഞിട്ടുണ്ട്. ഓക്കെ, അന്നേരം നമ്മൾ ഈ നെറ്റ് എക്സാമിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആണ്. മാത്രമല്ല സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ്. പല
ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് ഡയറക്റ്റ് നമുക്ക് ബോധം ഉണ്ടെങ്കിൽ തന്നെ കിട്ടും. പിന്നെന്താണ്, കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ സമാധാനമായിട്ടിരുന്ന് വായിച്ച് കൺസെപ്റ്റുവൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ആൻസർ കിട്ടുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ നിങ്ങൾക്ക് ഏകദേശം എത്ര മാർക്കൊക്കെ കിട്ടുമെന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യൂ. ഏകദേശം എത്ര മാർക്കൊക്കെ കിട്ടും? ഓക്കെ, ഏകദേശം എത്ര മാർക്കൊക്കെ കിട്ടും? ഒരുവിധം മാർക്കുകൾ കിട്ടുമോ? ടഫായിരുന്നു. അമ്പാടി പറഞ്ഞ കണക്ക് കുറച്ച് ടഫാണ്. പക്ഷേ നമ്മളൊരു നല്ല രീതിയിൽ ബോധത്തിൽ പണിയെടുത്ത് കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമന്റ് ചെയ്യുക. മാത്രമല്ല പ്രൊബേഷൻ ഓഫീസറിന്റെ ക്ലാസ്സസ് 30 ഡേയ്സിന്റെ ക്ലാസ്സസും നിങ്ങൾക്കുണ്ട്. ഓക്കെ, ക്രാഷ് കോഴ്സ് ഉണ്ട്. അതിന് ജോയിൻ ചെയ്യേണ്ടവർ ഈ തന്നിരിക്കുന്ന നമ്പറിൽ കണക്ട് ചെയ്താൽ മതി. സോ നമുക്ക് ഒരുവിധം തിയറിറ്റിക്കൽ ആയിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ അവിടെ ആ എക്സാം ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റൂ. ഓക്കെ, സോഷ്യോളജി നല്ല ടഫായിരുന്നു അല്ലേ? ഓക്കെ, അത് ആ ഒരു നെറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറെ കയറി ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. സോ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് എന്താണ്, നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു എക്സാം തോന്നി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. സോ പ്രൊബേഷൻ ഓഫീസറിന്റെ കോഴ്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം എത്രയും പെട്ടെന്ന്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു ഓൾ.